ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും സവാളയും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്കിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നോളും. ആ സമയം നമുക്കൊരു അരപ്പ് കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മളെ ക്യാരറ്റ് എല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലരും പല രീതിയിലായിരിക്കും തോരൻ വെക്കുന്നത്. ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഒന്ന് ട്രൈ ചെയ്ത്